കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് തമിഴക വെട്രി ഘടകം വിജയുടെ പാർട്ടിയാണ്, നിങ്ങൾക്കറിയാം. എല്ലാ മാസവും ഇങ്ങനെയുള്ള വീടുകളിൽ 5000 രൂപ വീതം കൊടുക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പരിഹരിക്കും. അതുപോലെ എത്ര വേണമെങ്കിലും കുട്ടികളെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഓഫറുകളുമായി വിജയുടെ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നു. നേരത്തെ ഈ പല യോഗങ്ങളിലും TVKയുടെ പല യോഗങ്ങളിലും ഓൺലൈനായി ചേർന്ന യോഗങ്ങളിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നിരുന്നു. അപ്പോഴൊക്കെയും വിജയ് ഈ കരൂരിൽ എത്തിയതിനു ശേഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ധനസഹായം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകിയ ശേഷം ഇത്തരത്തിലൊരു പ്രഖ്യാപനം അവിടെ വെച്ച് നടത്താം എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഈ അപകടമുണ്ടായി, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ TVK തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഏതാണ്ട് TVK ആഗ്രഹിച്ച തരത്തിൽ ഒരു വിധി കൂടി വന്നിരിക്കുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കാമെന്ന് TVK അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ മാസവും 5000 രൂപ വീതം ഈ കുടുംബങ്ങൾക്ക് നൽകും. കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് പൂർണ്ണമായും ഏറ്റെടുക്കും. ഇത് നേരത്തെ വിജയ് വീഡിയോ കോളിലൂടെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ ഉറപ്പ് നൽകിയതാണ്. അതിനുശേഷം ഈ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കും. കുട്ടികൾക്ക് താല്പര്യമുള്ളിടത്തോളം പഠിപ്പിക്കാം എന്നും TVK അറിയിച്ചിരിക്കുന്നു. TVKയുടെ ഒരു സമിതി ഇന്ന് കരൂരിലെ വീടുകളിലെത്തി ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പ് നൽകും.